നടക്കുന്ന ഒരു കഥയാണ് മായമ്മ. ഇന്നത്തെ ഒരു മോഡേൺ യുഗത്തിന് മുമ്പ്, അതായത് മൊബൈൽ പോലും വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം. അങ്ങനൊരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥ. അപ്പൊ കേരളത്തിൽ എവിടെ ഗ്രാമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം ഇന്ന് മൊത്തത്തിലൊരു സിറ്റി ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. കാസർഗോഡ് മുതൽ പാറശാല വരെ യാത്ര ചെയ്യുമ്പോൾ ഒരൊറ്റ സിറ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാം. പക്ഷെ എങ്കിൽ പോലും ആ സിറ്റിയിൽ നിന്നും കുറച്ച് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ പാലക്കാട് നഗരത്തിൽ നിന്ന് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗ്രാമങ്ങളുണ്ട്, പ്രത്യേകിച്ചും പൊള്ളാച്ചി ആ വഴികളിലൊക്കെ. അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിലും തിരുവല്ല അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി അവിടെ നിന്നൊക്കെ അകത്തേക്ക് പോകുന്ന ഗ്രാമങ്ങളുണ്ട്. അപ്പൊ അത്തരം ഗ്രാമങ്ങളിൽ ഇപ്പൊ ഗ്രാമങ്ങൾ പോലും ഇപ്പൊ വളരെ മോഡേൺ ആയിപ്പോയി. ഇപ്പൊ ഒരു ഗ്രാമീണത എന്ന് പറയുന്നത് പോലും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇതിന്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായ രമേഷ് കുമാർ ഇതിനെ കുറച്ച് കാലഘട്ടത്തിലേക്ക് പിന്നിലേക്ക് കൊണ്ടുപോയത്. കുറച്ചൊരു ആ ഗ്രാമീണത കിട്ടാനും ആ ബന്ധങ്ങളുടെ ഒരു ഊഷ്മളത നിലനിർത്താനും വേണ്ടിയായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിന് പുറകിലുള്ളൊരു കഥ, ഒരു പുള്ളുവനും ആ പുള്ളുവ പെൺകുട്ടിയും പുള്ളുവന്റെ മകളും മറ്റൊരു ഗ്രാമത്തിൽ നിന്ന് പലായനം ചെയ്ത് ഒരു പുതിയ ഗ്രാമത്തിലെത്തുന്നു. അവിടെ അവരൊരു വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നു. അവിടെ അവർക്ക് സഹായമായി നൽകുന്ന ഒരു നമ്പൂരി ഇല്ലം. ആ ഇല്ലത്തിലെ ഒരു ഇളയ തലമുറയിൽപ്പെട്ട ഒരു പയ്യനുമായിട്ട് ആ പെൺകുട്ടി പ്രേമത്തിലാവുന്നു. പിന്നെ അത് ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ എങ്ങനെ ആ കുട്ടി തരണം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ തരണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കുട്ടി എങ്ങനെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ത്രീപക്ഷ സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു ഫീമെയിൽ ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു ഹീറോയിൻ ഓറിയന്റഡ് സിനിമ തന്നെയാണ്. മായമ്മ എന്ന് പറയുന്ന പ്രധാന കഥാപാത്രമാണ്. അത് അഭിനയിച്ചിരിക്കുന്നത് അങ്കിത വിനോദാണ്. അപ്പൊ ആ മായമ്മയുടെ അച്ഛനായ പുള്ളുവന്റെ കഥാപാത്രമാണ് എനിക്ക്. അപ്പോ ഞാനിത് രമേശ് എന്നെ ഈ വേഷത്തിന് വിളിച്ചപ്പോ ഞാൻ രമേശോട് ആദ്യം ചോദിച്ചത് ഞാൻ ആ വേഷത്തിന് ചേരുമോ എന്നുള്ളതാണ്. പുള്ളുവന്റെ വേഷത്തിന് എന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ച് ചേരുമോ എന്നുള്ളതായിരുന്നു എന്റെ സംശയം. രമേശോട് ഇല്ല, സാറ് തന്നെ ചെയ്യണം നിർബന്ധപൂർവ്വം പറഞ്ഞപ്പോ ശരി ആയിക്കോട്ടെ. ഒരു സംവിധായകനാണല്ലോ ഒരു നടനെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ കഥാപാത്രം. പ്രത്യേകിച്ചും രമേശ് തന്നെയാണ് എന്റെ സ്ക്രിപ്റ്റ്. അപ്പം തിരക്കഥാകൃത്തും സംവിധായകനും ഒരാളാകുമ്പോ അയാളുടെ മനസ്സിലൊരു കഥാപാത്രത്തെ കുറിച്ച് ചിന്തയുണ്ടാവും. ഈ കഥാപാത്രം ഇന്ന രൂപത്തിലായിരിക്കണം, ഇന്ന ആളായിരിക്കണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന രൂപമുള്ള ഒരാളായിരിക്കണം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന തിരക്കഥാകൃത്തും സംവിധായകനുമാണ്. അപ്പൊ അതുകൊണ്ട് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ സിനിമകളിലും അല്ലാതെ മറ്റു സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ അഭിനയിക്കാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രം, നായികയുടെ അച്ഛൻ, അങ്ങനെ കഥാപാത്രം ഞാൻ ചെയ്തിട്ടില്ല. അല്ലാതെയുള്ള പല പല വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതില് നായികയുടെ അച്ഛൻ മാത്രമല്ല, ഒരുപാട് നല്ല സെന്റിമെന്റ്സ് ഉള്ള മുഹൂർത്തങ്ങൾ, ഒരുപാട് ഡ്രമാറ്റിക് ആയിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ അഭിനയിക്കാൻ പറ്റി. ഒരുപാട് സീൻസ് ഒന്നുമില്ല, പക്ഷെ സിനിമയിൽ അതിമധ്യാന്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. പക്ഷെ അത് ഞാൻ ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നടനായി ഒരു സെറ്റിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ഒരു റിലാക്സേഷൻ ഉണ്ട്. കാരണം ഒരു സംവിധാനം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ടെൻഷനുണ്ട്. ഒരു നടനാകുമ്പോഴത്തേക്കും വലിയ ടെൻഷനൊന്നുമില്ല. അപ്പൊ അത് അഭിനയിക്കുന്നത് നമുക്ക് ശരിയാണോ എന്ന് നമുക്ക് മുന്നിൽ ഒരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആരും വലിയ നടന്മാരൊന്നുമല്ല. പ്രത്യേകിച്ച് സിനിമയിലെ അഭിനയം എന്ന് പറയുന്ന ഒരു വലിയ ഒരു നടന ഒരു സംഭവമൊന്നുമല്ല, ഒരു ബിഹേവിംഗ് ആണ് സിനിമ അഭിനയം എന്ന് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് പ്രോസസ് അല്ല ഒരു സിനിമയിലെ അഭിനയം. അതുകൊണ്ട് തന്നെ ഒരു ഷോട്ടിൽ ഇപ്പൊ 24 അല്ലെങ്കിൽ 25 ഷോട്ടുള്ള ഒരു സീനാണ് എടുക്കുന്നെങ്കിൽ ആ സീനിലെ ഏത് ഷോട്ടാണ് ആദ്യം എടുക്കണമെന്ന് സംവിധായകനാണ് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ 22ാമത്തെ ഷോട്ടായിരിക്കും ആദ്യം എടുക്കുന്നത്. ആ 22ാമത്തെ ഷോട്ട് അഭിനയിച്ചിട്ടായിരിക്കും ആ സീനിലെ 1ാമത്തെ ഷോട്ട് അഭിനയിക്കുക. അപ്പൊ ആ ഷോട്ടിന് വേണ്ടിയാണ് അഭിനയം. അപ്പൊ അതിന്റെ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുന്ന സംവിധായകന്റെ മനസ്സിലാണ്. സംവിധായകനാണ് സിനിമയെ മുഴുവനായിട്ട് ഉള്ളിൽ കാണുന്നത്. തന്റെ സിനിമ അല്ലെങ്കിൽ തന്റെ ഒരു സീൻ ഷോർട്ട് വൈസ് ഡിവൈഡ് ചെയ്യുമ്പോൾ സംവിധായകനാണ് തീരുമാനിക്കുന്നത് ഇത്ര ഷോട്ടുകളിലൂടെയാണ് ആ സീൻ ചെയ്യേണ്ടത്, ആ ഷോട്ടുകൾ ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ ആ സംവിധായകന്റെ മനസ്സിലുണ്ടാവും ആ സിനിമയിൽ ആ കഥാപാത്രം എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന്. അപ്പൊ അത് മനസ്സിൽ സംവിധായകൻ കാണുന്നത് അഭിനയിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് സംവിധായകൻ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. അപ്പൊ അത് എനിക്ക് തോന്നുന്നു നീ ജനമാണ് പറയേണ്ടത് ഞാൻ ചെയ്ത് നന്നായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് കാര്യം. എനിക്ക് സ്വന്തമായിട്ട് ജഡ്ജ്മെന്റ് ഇല്ല. പക്ഷെ രമേഷും മറ്റു ക്യാമറമാനും എല്ലാം നന്നായിരുന്നു എന്ന് പറഞ്ഞു സീൻസുകൾ കണ്ടിട്ട്. അപ്പൊ അതൊരു ധൈര്യം, ഇനിയും ജനം പറയട്ടെ. അപ്പോ അങ്ങനെ ഒരു നടനെന്ന നിലയ്ക്കും ഈ സിനിമയിൽ ഒരു സാന്നിധ്യം അറിയിക്കാൻ പറ്റും. പക്ഷെ നല്ല ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞ അഭിമാനമുണ്ട്. പ്രത്യേകിച്ചും എന്റെ മകളായി അഭിനയിച്ച അങ്കിത വിനോദ, കുട്ടിയുടെ റിലീസാകാൻ പോകുന്ന ആദ്യത്തെ സിനിമയാണ് ഈ മായമ്മ. എനിക്ക് ആ സിനിമയിലെ അതിമനോഹരമായ പെർഫോമൻസ് ആണ്.
അങ്കിത കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അതിൽ ആ ഒരു കളം മായ്ക്കുന്ന ഒരു പാട്ടൊക്കെ വളരെ റിസ്ക് എടുത്തും വളരെ ബുദ്ധിമുട്ടി ആ കുട്ടി പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടി തൊട്ടടുത്തിരിക്കുകയാണ്. ഞാൻ അഭിനന്ദനങ്ങൾ നേരിട്ട് അറിയിക്കുകയാണ്. മാത്രമല്ല അതെനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു അംഗീകാരത്തിന് സാധ്യതയുണ്ട്. ഒരു നല്ല ഒരു ജനങ്ങളുടെ അംഗീകാരം, അതോടൊപ്പം നല്ലൊരു അവാർഡും എനിക്ക് തോന്നുന്നൊരു ഡെബ്യൂ നായികയായിട്ട് തന്നെ ഒരു നല്ല നടിക്കുള്ള അവാർഡുകൾ കിട്ടാൻ ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഈ സിനിമയ്ക്കും സിനിമയുടെ പ്രവർത്തകർക്കും എല്ലാവർക്കും എന്റെ വിജയാശംസകൾ നേരുന്നു. ഒപ്പം എല്ലാ പ്രേക്ഷകരോടും ഒരു അഭ്യർത്ഥന, ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാര്യം ഒരു സിനിമ നമുക്ക് തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ് ആ സിനിമ വിജയിക്കുന്നത്. നാളെ OTT പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ചാനലിലോ ഒക്കെ സിനിമ വരാം, അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അതൊക്കെ വരുമ്പോ അതിനൊക്കെ ആ സിനിമയുടെ വിജയമായിട്ട് ജനം കണക്കാക്കില്ല. OTT ചാനലിൽ ഇത്രയും ആൾക്കാർ സിനിമ കണ്ടു എന്നുള്ളത് ഒരു സിനിമയുടെ വിജയത്തിന്റെ ഒരു കണക്കൂട്ടലിൽ വരുന്നില്ല. എത്ര ദിവസം തിയേറ്ററിൽ ഓടി, തിയേറ്ററിൽ എത്ര രൂപ കളക്ഷൻ വന്നു, ഇപ്പൊ കാണുന്നില്ല. കോടിക്ക് മറ്റേ 100 കോടി ക്ലബിൽ കയറി, മറ്റേതിൽ കയറി, മറിച്ചതിൽ കയറി. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പബ്ലിസിറ്റികൾ. അപ്പൊ ഒരു സിനിമ നല്ല രീതിയിൽ വിജയിക്കണമെങ്കിൽ, വിജയിച്ചതായിട്ട് ജനം കണക്കാക്കണമെങ്കിൽ തിയേറ്ററിലെ ഒരു കളക്ഷൻ തന്നെയാണ് പ്രധാനം. അതുകൊണ്ട് എല്ലാ പ്രേക്ഷകരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. നല്ലൊരു സിനിമയാണ്. നിങ്ങൾക്ക് നൊസ്റ്റാൾജിക് ഒരു മെമ്മറീസ് എടുക്കാൻ സാധ്യതയുള്ള സിനിമയാണ്. കാര്യം ഒരു കേരളത്തിന്റെ തനിമയുള്ള സിനിമയാണ്. അപ്പൊ ഈ സിനിമയ്ക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. ഒപ്പം എന്റെ കഥാപാത്രത്തെ അംഗീകരിക്കണമെന്നും കൂടെ അഭ്യർത്ഥിക്കുന്നു. കാരണം പറയാനുള്ളത് ഏകദേശം സംവിധായകനും തമ്പിസാറും പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു സ്ത്രീപക്ഷ സിനിമയാണ്. കാരണം നമ്മളിന്ന് സിനിമയെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുമ്പോൾ 2-3 വിമർശനങ്ങളാണ് പറയുന്നത്. ഒന്ന്, പണ്ടത്തെ സിനിമകളിലൊക്കെ അച്ഛനും അമ്മയും അമ്മാവനും അമ്മായിയൊക്കെ സിനിമകളിൽ ഉണ്ടാവും, ഇപ്പോഴത്തെ സിനിമകളിൽ ഇല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ ഈ സിനിമയില് ഈ പറയുന്ന പോലെ അച്ഛനും അമ്മാവനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഇടപെടലുകൾ വളരെ പരിമിതമായിട്ട്, കാരണം ഈ ഒരു മുൻകാലത്തെ ഒരു സബ്ജക്റ്റ് ആണ് പറയുന്നതെങ്കിൽ പോലും അവരുടെ ട്രീറ്റ്മെന്റ്, ആ സ്ക്രിപ്റ്റിന്റെ ട്രീറ്റ്മെന്റ് ഒരു പുതിയ തലമുറയുടെ രീതിയിൽ തന്നെയാണ്. കാരണം ഇൻസിഡന്റ് ബേസ്ഡ് ആയിട്ട്, കാരണം നമുക്കൊക്കെ അറിയാം മുമ്പ് ഒരു ഏരിയ ബേസ്ഡ് ആയിട്ട് കഥ പറഞ്ഞു പോകുന്നതിന് അപ്പുറത്തോട്ട് ഇപ്പം സിനിമകളെല്ലാം ഓരോ ഇൻസിഡന്റ് ബേസ്ഡ് ആണ്. ഒരു ഇൻസിഡന്റിനെ കേന്ദ്രീകൃതമാക്കി എടുത്തുകൊണ്ട് ഒരു സബ്ജക്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നു. അതിന്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ ആ ഇൻസിഡന്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ആ സിനിമ തീരുകയാണ്. ഇതും അതുപോലെ തന്നെയാണ്. ഒരു സ്ത്രീപക്ഷ സിനിമ, ഒരു സ്ത്രീ ശാക്തീകരണം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സഞ്ചാരപഥത്തില് നമുക്കിന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ജാതീയമായിട്ട് ആൾക്കാരെ ധ്രുവീകരണത്തിലോട്ട് തള്ളിവിടുന്ന ഒരു രീതി. ഇതിനകത്തും വർണ്ണം തന്നെയാണ് വിഷയം, ജാതി തന്നെയാണ്. കാരണം ഒരു മുള്ളോ പെൺകുട്ടി ഒരു നമ്പൂരി യുവാവിനെ കെട്ടുന്നു. ഇതിനുശേഷം ഇവരുടെ ലൈഫിൽ ഈ ജാതീയ വ്യത്യാസം തന്നെയാണ് ഇവരുടെ ലൈഫിനെ ബാധിക്കുന്നത്. ഇവർ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട കുറച്ചു പേരുടെ സ്ഥലത്തെത്തുകയും അവിടെ നിന്ന് രക്ഷ കിട്ടി വേറൊരു സ്ഥലത്തെത്തുകയും ഇതിനുശേഷം ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ് സിനിമയിലുള്ളത്. അപ്പം ഒരു പക്ഷേ ഇത് സമൂഹത്തിന്റെ മുമ്പിൽ ഒരു എന്താ പറയാ, ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഒരു ഇന്റർപ്രിട്ടേഷൻ കൂടെ നടത്താൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. എന്തായാലും നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ മുമ്പിൽ ഈ സിനിമ നല്ല രീതിയിൽ എല്ലാവരും കാണാൻ ഇടയാവട്ടെ എന്നുള്ളതാണ്. അതിന് ഈ പറയുന്ന പോലെ തമ്പിച്ചേട്ടനെ അഭിനയിപ്പിച്ചതിന് ആര് എന്ത് പ്രതികരിച്ചാലും, അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചാലും, എങ്ങനെ വ്യാഖ്യാനിച്ചാലും ആ വ്യാഖ്യാനങ്ങളൊക്കെ എൻഡ് ഓഫ് ദി ഡേ സിനിമയുടെ കളക്ഷൻ നല്ല രീതിയിൽ ബാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് വേണ്ടത്. കാരണം പ്രൊഡ്യൂസർ നിലനിൽന്നാൽ മാത്രമേ നമുക്ക് അടുത്തൊരു സിനിമ ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന, കാര്യം നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞ് പോരുമ്പോ അദ്ദേഹം മണിക്കൂറി പോലും തരാതിരുന്നിട്ടില്ല. എല്ലാം കൃത്യമായിട്ട്. അപ്പം നമുക്ക് താമസിക്കാൻ സ്ഥലം, കഴിക്കാൻ ഭക്ഷണം, ഉടുക്കാൻ വസ്ത്രം, യാത്ര ചെയ്യാൻ പൈസ എല്ലാം തന്ന ഒരാളോട് നമുക്കുണ്ടാവുന്ന ഒരു നന്ദിയും സ്നേഹവും ഉണ്ടല്ലോ, ഒരു പ്രാർത്ഥനയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും കഴിക്കേണ്ട, അല്ലെ അവർ എൻജോയ് ചെയ്യേണ്ട പണം എടുത്തിട്ടാണ് ഞങ്ങൾക്ക് തന്നത്. അപ്പം അതിന് തിരിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വർക്ക് പൂർണ്ണമായിട്ടും ആത്മാർത്ഥയോടെ ചെയ്യാം. ഒപ്പം നിങ്ങളുടെ മുമ്പിൽ ഈ വർക്ക് നിന്റെ അംബാസിഡേഴ്സിനെ പോലെ നിങ്ങളുടെ മുമ്പിൽ നല്ല രീതിയിൽ ഈ സിനിമ എത്തിക്കുക. നിങ്ങൾ പ്രേക്ഷകരിലോട്ട് ഇന്ന് നല്ല രീതിയിൽ എത്തിക്കുന്ന വിശ്വാസത്തില് നിങ്ങളിലുള്ള വിശ്വാസം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഞാൻ ഇതുവരെ വളരെ പാവം പിടിച്ച കഥാപാത്രങ്ങളൊക്കെയാണ് പല സിനിമയിലും സീരിയലൊക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതില് ആദ്യമായിട്ട് മായ്മ എന്ന കഥാപാത്രത്തിനെതിരെ വില്ലനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഡയറക്ടർ എൻ്റെ അടുത്ത് വന്ന് ഒരു വില്ലനാണെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും
എന്തായാലും അങ്ങനെ ഒരു പരീക്ഷണത്തിന് തയ്യാറായ അദ്ദേഹത്തോട് നന്ദിയുണ്ട്. അതോടൊപ്പം ഇങ്ങനൊരു നമുക്ക് എന്താ പറയാ, പഴയകാല നമ്മുടെ നാട്ടുപ്രദേശങ്ങളൊക്കെ ചിത്രീകരിച്ച ഒരു സിനിമയാണ്. ഇത് പുതിയ തലമുറയ്ക്കും എല്ലാവർക്കും കാണാനാവുന്ന ഒരു അവസരമാണ് മായ്മയിലൂടെ നമുക്ക് വരുന്നത്. തീർച്ചയായും ഇത് വിജയിക്കേണ്ടത് ഇതിൽ പങ്കെടുത്തവരുടെയും അതോടൊപ്പം ഇനിയും ഇത് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ സംവിധാനം ചെയ്യാൻ പോകുന്ന അവർക്കും ഇതൊരു പ്രചോദനമായി മാറും. തീർച്ചയായും എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി. എന്ന സിനിമ ഞാനൊരു ഗ്യാപ്പിന് ശേഷം വളരെ പ്രാധാന്യമുള്ളൊരു കഥാപാത്രം ചെയ്യുകയാണ്. അപ്പോൾ ഈ സിനിമ എല്ലാവർക്കും കുടുംബസമേതം വളരെ ധൈര്യത്തോടെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഉറപ്പുണ്ട്. ഇതില് ഒരുപാട് നാളുകളായിട്ട് മലയാള സിനിമയിൽ നമ്മൾ മിസ് ചെയ്യുന്നു എന്ന് പറയുന്ന പല കാര്യങ്ങളും ഇതിലുണ്ട്. നമ്മുടെ കേരള തനിമ, നമ്മുടെ ട്രഡീഷൻ, പിന്നെ ബന്ധം, ആളുകൾ തമ്മിലുള്ള ഒരു ബന്ധം, അതിൻ്റെ ഒരു ഡെപ്ത് ഒക്കെ വളരെ നന്നായിട്ട് ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വളരെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. അത് വളരെ നന്നായിട്ട് വരും എന്ന് ഉറപ്പുണ്ട്. നല്ലൊരു ടീം വർക്കാണ് ഇതിലുള്ളത്. ഇതിൽ വർക്ക് ചെയ്ത ഓരോരുത്തരും ഇന്ന ജോലി എന്ന് വേർതിരിക്കാതെ എല്ലാവരും കൂട്ടായിട്ട് എല്ലാ ജോലിയും ചെയ്ത് കൂട്ടത്തോടെ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് ഇതിൽ. നിങ്ങളെല്ലാവരും ഇത് വിജയിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഒന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള നാവോറ് പാട്ട്, കളംപാട്ട്, അഷ്ടനാഗക്കളത്തിലെ ഈ പുള്ളുവ പെൺകുട്ടി തലമുടി അഴിച്ചിട്ട് നാഗക്കളം മായ്ക്കുന്ന ആ പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള പാട്ട്, പിന്നെ പുള്ളുവൻ പാട്ട്, ഇതത്രയും കൈകാര്യം ചെയ്തിട്ടുള്ളത് ശ്രീ രാജേഷ് വിജയാണ്. അദ്ദേഹത്തിന് നമസ്കാരം. പാട്ടുകളെ പറ്റി സിനിമയെ പറ്റി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പാട്ടുകളെ പറ്റി പറയാന്ന് വെച്ചിട്ടുള്ളതും രമേശ് ജി പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും എന്നെ സംബന്ധിച്ചത് എൻ്റെ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് ഞാൻ കാണുന്നു. കാരണം നല്ല രീതിയിലുള്ള വ്യത്യസ്തമുള്ള പാട്ടുകൾ ചെയ്യാൻ പറ്റി. നാവൂർ പാട്ട് സാധാരണ ഞങ്ങൾ ഇപ്പോഴത്തെ ട്രെൻഡി സോങ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനൊരു സബ്ജക്റ്റ് വന്നു. ഭയങ്കര സന്തോഷം. എന്നാൽ കഴിയുന്ന ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. എന്തായാലും ഞാൻ സംസാരിക്കുന്നില്ല, നാലുവരി പാടാം. ഇതിനകത്തൊരു ക്ലാസിക്കൽ ലവ് സോങ് ഉണ്ട്, ഒരു ബ്ലോ പാട്ട്, ഒരു നാവൂർ പാട്ട്, ഒരു ക്ലാരിനെറ്റ് പാട്ട്. കാതരമിഴിയണകളിടയും തരളിത മമ മനമതിലറിയും പറയാനിനി എഴുതാമതു അനുപദമതികരഗതലയ സുരതിലയാമം കാതരമിഴിയണകൾ ഇടയും. ഇതിനകത്തുള്ള ഒരു ക്ലാസിക്കൽ ലവ് സോങ് ആണ്. ഇതിനെപ്പറ്റിയൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഞാനവനെ സിനിമാരംഗത്തിൻ്റെ 5ാമത്തെ സിനിമയാണ്. പക്ഷേ എൻ്റെ ആദ്യത്തെ സംരംഭമാണ് മായമ്മ. ഈ 5 പടത്തിന് മുമ്പ് തന്നെയാണ് ഞങ്ങളുടെ മായമ്മയുടെ കൂട്ടായ പ്രവർത്തനം തുടങ്ങിയത്. എൻ്റെ ഒരു മുൻഷി മാഷ് എന്ന കഥാപാത്രത്തോടെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. തന്നതിൽ രമേശ്വരനും നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഈ പടം തിയേറ്ററിൽ ഇപ്പോൾ കാണാൻ ഞങ്ങളുടെ വലിയ പ്രതീക്ഷയാണ് അങ്ങോട്ട് ഏൽപ്പിക്കുന്നത്. അതുപോലെ തിരിച്ച് ഞങ്ങൾ പ്രതീക്ഷിക്കും. നേരത്തെ സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളും കൂടെയാണ്. അരുണിന്റെ വാക്കുകളും. നമസ്കാരം, എൻ്റെ പേര് അരുൺ. എനിക്കിവിടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ പറയുന്നതിനപ്പുറത്തേക്ക് എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഈ ഒരു വേഷം തന്നിട്ടുള്ള രമേശ് സാർക്ക് ഒരുപാട് നന്ദി. എന്നെ ഈ സിനിമയിലോട്ട് എത്തിച്ച എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. എല്ലാവർക്കും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ പാരൻസിനോട് ഒരുപാട് നന്ദി. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണാൻ ശ്രമിക്കണം. താങ്ക് യു. അവസരത്തിൽ നിങ്ങളോട് എല്ലാവർക്കും പറയാനുണ്ട്. അടുത്തായിട്ട് ഇതിലെ നായിക അങ്കിത വിനോദ്. എല്ലാവർക്കും നമസ്കാരം. മായമ്മ
സന്തോഷത്തോടെയാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഈ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. എൻ്റെ ലൈഫിൽ, എൻ്റെ അഭിനയ ജീവിതത്തിൽ എനിക്ക് ഒരു വലിയൊരു അംഗീകാരം തന്നെയാണ് മായ്മ എന്ന് പറഞ്ഞ സിനിമ. കഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എൻ്റെ രീതിക്ക് ഞാൻ നന്നായി കഷ്ടപ്പെട്ടു. അതിൻ്റെ ഫുൾ സപ്പോർട്ട് സാറ് തന്നെയായിരുന്നു. സാറ് ഓഡിയോ ലോഞ്ചിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മായമ്മ സാറിൻ്റെ മകളാണ്. എൻ്റെ ഒരു മകളെ പോലെയാണ് സാർ ത്രൂ ഔട്ട് കൊണ്ടുപോയത്. ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഈ വ്രതമെടുത്തിട്ടാണ് ഈ നാഗക്കളം പാട്ടെല്ലാം ചെയ്തത്. ഓരോ സീനിനും സാർ എൻ്റെ അടുത്ത് വന്ന് കഥ പറയുമ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ലൈഫിലെ ഒരു ചേഞ്ചാണിത്. സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് ഞാൻ വന്ന് ചെയ്യുന്ന ഒരു മൂവിയാണ്. അപ്പോൾ എന്താ പറയുന്നതെന്ന് അറിയില്ല. ഭയങ്കര സന്തോഷമാണ്, വാക്കുകൾ കിട്ടുന്നില്ല. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണാം. താങ്ക് യു. ഉണ്ടാവും. ആദ്യ സിനിമയിൽ തന്നെ ഇത്ര വിവാദങ്ങൾ വരുമ്പോൾ എന്താ തോന്നുന്നത്? നല്ല പരിഭ്രമമാണ് എനിക്കുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതുമുഖം എന്നുള്ള രീതിയിൽ നമ്മളൊരു വളരെ ആഗ്രഹിച്ച് മോഹിച്ച് വളരെ വർഷങ്ങൾ കഷ്ടപ്പെട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകൾ പോലും ഇല്ലാതെ, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള ഒരു സാമാന്യ ഒരു മര്യാദ കാണിക്കാതെ ഇത്തരം ആരോപണങ്ങൾ അഴിച്ചുവിടുന്നതിനോട് തികഞ്ഞ വിയോജിപ്പാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാജ ആരോപണങ്ങൾക്ക് ഞങ്ങളെ ഇതുപോലെ പരിഭ്രമിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നല്ല പരിഭ്രമമുണ്ട് എനിക്ക് മാനസികമായിട്ട്. പക്ഷെ ഞാൻ ഈ വിവരം തമ്പി സാറിൻ്റെ അടുത്ത് അന്ന് തന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ സാറ് വളരെ ധൈര്യം തരികയാണ് എനിക്കുണ്ടായത്. സാരമില്ല, ഇതുപോലെയൊക്കെ ഉണ്ടാവും, അതൊക്കെ നേരിടാൻ പരിശീലിക്കുക എന്ന് മാത്രമാണ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ചേട്ടന് അതായത് ഒരാളുടെ പൊളിറ്റിക്സ് അയാളുടെ രാഷ്ട്രീയം അയാളുടെ സ്വന്തമാണ്, അയാളുടെ മാത്രം റിലേറ്റ് ചെയ്യുന്ന പടം. അത് ഒരു സൊസൈറ്റി വന്നിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യപ്പെടുന്നതൊക്കെ ഒരു കലാരൂപത്തെ തന്നെ കളിയാക്കുന്ന പോലെ, അല്ലെങ്കിൽ അതിനൊരു മൂല്യം കൊടുക്കാത്ത പോലെ ആയിപ്പോകത്തില്ലേ? ഇതിനകത്ത് ഈ പ്രതികരിച്ചവരുടെ മാനസികാവസ്ഥയെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് അവരുടെ ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ നമ്മളും പലപ്പോഴും ജീവിതത്തിൽ പ്രതികരിക്കാറുള്ളത് നമ്മുടെ ഭൗതിക അറിവിന്റെ ബേസ് ചെയ്തിട്ടാണ്. ഈ സിനിമ എന്തിനെ പറ്റിയാണ് പറയുന്നത്, സിനിമയിലെ കഥ എന്താണ്, അല്ലെങ്കിൽ ഇപ്പം അവര് ക്രിട്ടിസൈസ് ചെയ്തവരുടെ കാഴ്ച, എനിക്ക് തോന്നുന്നു ഒരു ജെനുവിൻ പൊളിറ്റീഷ്യൻ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാനും ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഞാൻ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിക്കുന്ന ആള് തന്നെയാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാൾക്കും വേറൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഉണ്ട് എന്ന് കരുതുന്ന ഒരാളുടെ ചെയ്തികളെ കുറിച്ചിട്ട് നമുക്ക് ക്രിട്ടിക്കലായിട്ട് നിജസ്ഥിതി അറിയാതെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു പക്ഷേ ചില ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാർക്ക് അവർക്കൊരു സന്തോഷത്തിന് വേണ്ടിയോ അവർക്കൊരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയോ അവർ ചെയ്തതായിരിക്കും. അറിവില്ലായ്മ എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മള് സീരിയസ് ആയിട്ട് കാണണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ വ്യാഖ്യാനം വേറൊരു രീതിയിലാണ്. ഇത് നമുക്കൊരു പോസിറ്റീവായിട്ട് കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളിപ്പം ഇത്രയും പേരെ പത്രസമ്മേളനത്തിൽ ഇത്രയും ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ടാണ് ഈ പടത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് 5 പൈസ മുടക്കില്ല ഒരാൾ നമ്മൾ കുറ്റം പറഞ്ഞ ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചില്ലേ. അപ്പൊ അദ്ദേഹത്തോട് 1000 നന്ദിയാണ് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനിയും അദ്ദേഹം പറയട്ടെ, നല്ലതല്ലേ, സിനിമക്ക് നല്ലതല്ലേ, ആ രീതി കണ്ടാൽ മതി, വേറെ രീതി കാണണ്ട. അദ്ദേഹം രമേശ് ഭായി പറഞ്ഞതിനകത്തൊരു സത്യം എന്ന് വെച്ചാൽ പുള്ളി എഴുതി ഉണ്ടാക്കിയ ഒരു സിനിമ പുള്ളി പിന്നെ ചിന്തിക്കാത്ത തലത്തിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ ഒരു കുഞ്ഞിനെ പറ്റി, ഇപ്പൊ എന്റെ കുഞ്ഞിനെ പറ്റി ആരെങ്കിലും നാട്ടുകാർ കുറ്റം പറഞ്ഞാൽ എനിക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. പക്ഷെ അയലോകത്തെ വീട്ടുകാരനായിട്ടിരിക്കുന്ന ഒരാൾക്ക് എന്തും പറയാം. പക്ഷെ നന്നായി കേൾപ്പോൾ അയാൾ തന്നെ പറയും എന്റെ അയലോകക്കാരനായിട്ടോ, അത് അവൻ നല്ലവനാ, പണ്ടേ എനിക്കറിയാവുന്നവനാ പറയും. അപ്പൊ അങ്ങനെ കണ്ടാൽ മതി, ആ ലെവലിൽ കണ്ടാൽ മതി എന്നാണ് എന്റെ വിശ്വാസം. ചേട്ടാ, ഈ ചിത്രം ഒരു ജാതി വ്യവസ്ഥയെ പണ്ടത്തെ ഇപ്പോഴും ഉണ്ട്, ഒരു ജാതി വ്യവസ്ഥയെ കുറിച്ച് കാണിക്കുന്നുണ്ട്. കീഴ്ജാതിയുള്ളവരും മുൻജാതി അവരുടെ റിലേഷൻ, അങ്ങനത്തെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഒരു ജാതി വ്യവസ്ഥ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റി? ഈ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്? അതെ, ജാതിയുടെ പേരിൽ ഏറ്റവും കൂടുതൽ സംസാരം ഉണ്ടാകുന്നത് എവിടെയാ? ഇന്നല്ലേ? മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഇലക്ഷൻ ഇപ്പൊ കഴിഞ്ഞിട്ടില്ലേ ഉള്ളൂ, 4ാം തീയതി റിസൾട്ട് വരുന്നതല്ലേ ഉള്ളൂ. ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ വലിയ നേതാക്കന്മാർ മൈക്കിലൂടെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ജാതിയുടെ പേര് പറഞ്ഞിട്ടല്ലേ. അപ്പം ഇന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ വിദ്യാഭ്യാസം കൂടുമ്പോൾ ആൾക്കാർക്ക് അറിവും വിവരവും കൂടി എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. പക്ഷെ
ഇത് സ്വയം വിമർശനാത്മകമായിട്ട് ആൾക്കാർ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടെ ഇപ്പൊ ഇരിക്കുന്നതിനകത്ത് ഇപ്പം നമ്മള് ഒരു റോഡിലൂടെ ബൈക്കൊക്കെ ഓടിച്ചു പോവാണ്, നമുക്കൊരു ആക്സിഡന്റ് പറ്റി നമ്മൾ റോഡിൽ വീഴുമ്പോ നമ്മളെ സഹായിക്കാൻ അവിടെ നിൽക്കുന്നവർ നമ്മുടെ ജാതിയോ മതമോ വീട്ടുപേരോ അച്ഛന്റെ ജാതിയോ ചോദിച്ചിട്ടല്ല സഹായിക്കുന്നത്. നമ്മളെ ആശുപത്രിയിൽ എത്തിച്ചുമ്പോൾ ബ്ലഡ് വേണമെന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമാണ് അതിന് സഹായിക്കുന്നത്. അപ്പം ഇതൊരു പുതിയ തലമുറയുടെ കാഴ്ചപ്പാടല്ല, ഇത് ശരിക്കും പഴയ തലമുറയുടെ കാഴ്ചപ്പാടുകളാണ്. ഇന്നത്തെ പുതിയ തലമുറയെ വഴിതെറ്റിക്കാൻ മുതിർന്ന ചില രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ കളിക്കുന്ന കളികളാണ്. അതിൽ ഞാനൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, ചെറുപ്പക്കാരായ നമ്മള് ഇതിലൊന്നും വീഴാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇതൊരു നമ്മളോട് എന്നോട് ചോദിച്ചിട്ടാണോ എന്നെ ഇപ്പം ഞാൻ ഏത് ജാതിയിലാവട്ടെ, എന്നെ ആ ജാതിയിൽ ജനിപ്പിച്ചത് എന്നോട് അനുവാദം ചോദിച്ചിട്ടാണോ? അല്ലല്ലോ, ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ചു പോയി. അപ്പൊ ആ അമ്മയുടെ ജാതി എന്താണോ അതാണ് എൻ്റെ ജാതി. അപ്പൊ ഇതിനകത്ത് നമുക്ക് അവകാശവാദം പറയാൻ വല്ല അർഹതയുണ്ടോ? വെറുതെ പറയുന്നതല്ലേ. അത് ഇന്നത്തെ രാഷ്ട്രീയത്തിന് ആവശ്യം, നിലനിൽപ്പിന് ആവശ്യം ചില ജാതീയ വ്യവസ്ഥകളെ ഊതിപ്പെരിപ്പിക്കേണ്ടത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമാണ്. അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അതിനെ അവര് വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിവരമില്ലായ്മയായിട്ട് കണ്ടാണ്. ഇപ്പൊ തന്നെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്ര വിവാദങ്ങൾ ഉണ്ടാവുന്നു. ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം ഇതെല്ലാം ഉണ്ടാവുന്ന തിയേറ്ററിൽ അത് ആളെ കൂട്ടിയാൽ മതി. ഞാൻ പറഞ്ഞില്ല, ഞാനതില് പോസിറ്റീവായിട്ടേ കാണുന്നുള്ളൂ. ഈ ഒരു വിമർശനം ഉണ്ടാകാൻ ആൾക്കാരുടെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയ തന്നെ ആൾക്കാർ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. ഇത് ഒന്നും ചെയ്യാതെ കിട്ടിയില്ലേ, ലോട്ടറി അടിച്ചിരിക്കില്ലേ പ്രൊഡ്യൂസർക്ക്. അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ഭക്ഷണം തന്നതിന് ദൈവം കൊടുത്ത ഒരു പ്രതിഫലമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. നല്ല കാര്യമാണ്, നല്ലതാണ്, സ്നേഹമാണ്, നന്ദിയോടെ പറയണം. ശരിക്കും ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരു എന്താ പറയാ, ഒരു കോസ്റ്റ്യൂം ഒക്കെ എന്ന് പറഞ്ഞാൽ അവനവന്റെ ആ സിനിമയെ കഥാപാത്രം റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. അതൊന്നും പ്യൂർ പൊളിറ്റീഷ്യൻസ് അല്ല. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. ഇപ്പം തമ്പിച്ചേട്ടൻ വിശ്വയുദ്ധ പരിഷത്തിന്റെ ഒരു ഭാരവാഹിയാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭാരവാഹിയാണ്. ഇതുകൊണ്ട് ഞങ്ങൾ അടുത്തിരിക്കരുതെന്നോ, ഞങ്ങളുടെ പൊളിറ്റിക്സ് ഞങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ മേഖലയിൽ പോകുമ്പോൾ ഞങ്ങളുടെ പൊളിറ്റിക്സ് ഞങ്ങൾ പ്രചരിപ്പിക്കുക തന്നെ ചെയ്യും. അവിടെ നമുക്ക് പൊളിറ്റിക്സിന് ആശയപരമായിട്ടാണ് നമ്മൾ വേർതിരിഞ്ഞ് നിൽക്കുന്നത്, വ്യക്തികളോടല്ല വിരോധം, ആശയപരമായിട്ടാണ്. പക്ഷെ ക്രിട്ടിസൈസ് ചെയ്യാൻ നിൽക്കുന്നവരെ സംബന്ധിച്ച് അവർ വ്യക്തികളിലോട്ടാണ്, വ്യക്തിയധിഷ്ഠിതമായിട്ട് പരാമർശത്തിലോട്ട് പോകുന്നതാണ്. അത് കുറച്ചു കാലത്തെ ലോകപരിചയം വരുമ്പോൾ അത് മാറിക്കോളും. കാരണം ഇത് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന വേറൊന്നും കൊണ്ടല്ല, നമ്മൾ എതിർക്കുന്നുണ്ട് പലതിനെയും, പല പൊളിറ്റീഷ്യൻസിനെ എതിർക്കുന്നുണ്ട്. പക്ഷെ അത് അവരുടെ വസ്ത്രത്തിലോ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലോ അല്ല, അവരുടെ ചെയ്തികൾ വെച്ചിട്ടാണ്. അപ്പൊ അതിലോട്ട് തിരിയും. ഇത് നമുക്ക് സിനിമക്ക്, എനിക്ക് തോന്നുന്നത് ഇത് ആരെങ്കിലുമൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്, നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇപ്പൊ ഈ റീസെന്റ് വന്നേക്കുന്ന ചില വാർത്തകളിൽ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ മമ്മൂക്കയ്ക്കെതിരായിട്ട് യാതൊരു അടിസ്ഥാനമില്ലാത്ത കുറെ ആരോപണങ്ങളും, ചില സിനിമകള് ചില അജണ്ടകൾ പ്രകാരം മാത്രം നിർമ്മിച്ചവയാണെന്ന് സ്ഥാപിച്ചെടുക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതിനോട് പൊതുവെ സിനിമ മേഖലയിലുള്ളവർ പലരും പ്രതികരിച്ചു കണ്ടില്ല. ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നതും ഒരു അജണ്ടയുടെ ഭാഗമാണ്. അത് വളരെ നല്ല ചോദ്യമാണ്. അത് ഞാൻ പ്രതികരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ചോദ്യം കൂടിയാണ്. കാരണം മമ്മൂക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും സെക്യുലർ ആയിട്ട് ചിന്തിക്കുന്ന ഒരു നടൻ ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ആലോചിച്ചു. ഞാൻ എന്റെ ഉദാഹരണം വേറെ ആരും എടുക്കണ്ട, ഞാൻ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ആ സീരിയലിൽ നിന്ന് എന്നെ സിനിമയിൽ കൊണ്ടുവന്ന് പരുന്തിലായാലും ദ്രൗപദത്തിലായാലും അണ്ണന്തപ്പിയിലായാലും കിങ് ആൻഡ് ദ കമ്മീഷണറിലായാലും എന്നെ പോലത്തെ ഒരു നടനെ സീരിയലിൽ നിന്ന് ഒരിക്കൽ പോലും ചാൻസ് ചോദിക്കാതിരുന്നിട്ട് പോലും എന്നെ കൈപിടിച്ച് സിനിമയിൽ കൊണ്ടുവന്ന് എന്നെ ഒരു വില്ലൻ വേഷം ചെയ്യാൻ പറ്റുന്ന പരുവത്തിലൊരു നടനാക്കിയത് അദ്ദേഹമല്ലേ. ഞാൻ മുസൽമാനല്ല, ഞാൻ നായരാണ്, ജനനം കൊണ്ട് നായരാണ്, അദ്ദേഹം മുസൽമാനാണ്. പക്ഷെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ ജാതിയിലോ മതത്തിലോ പെട്ട ആരെങ്കിലും കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോ. അദ്ദേഹം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? ഇനി അദ്ദേഹം ആ ജാതിയിലോ മതത്തിലോ പെട്ട ആരെങ്കിലും കൊണ്ടുവന്ന് ഇതുപോലെ എസ്റ്റാബ്ലിഷ്ഡ് ആക്കിയതായി ആർക്കെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം അതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വലിപ്പമൊന്നും ഈ ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള വിവരമില്ല, മനസ്സില്ല. ഞാൻ പറഞ്ഞില്ല, മമ്മൂക്കയെ പോലത്തെ ഇത്രയും, കാരണം അദ്ദേഹം ഒരുപാട് ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്. അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യാൻ ആരെങ്കിലും മുതിരുന്നുണ്ടെങ്കിൽ അവരുടെ വിവരമില്ലായ്മയായിട്ടേ കാണുന്നു. അതിനെതിരെ താരസംഘടനയോ അല്ലെങ്കിൽ മറ്റ് അസോസിയേഷൻസോ ഇടപെടാതിരുന്നത് അപലപനീയമാണ്, തെറ്റാണ്. മമ്മൂക്കെ പോലത്തെ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ആദ്യം ഇടപെടേണ്ടത് അമ്മ എന്ന് പറഞ്ഞ സംഘടനയാണ്. ഞാനതിന്റെ മെമ്പർ തന്നെയാണ്. പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നു അത് കുറവായിപ്പോയി, അത് പോരായിരുന്നു, ശക്തമായിട്ട് ഇടപെടണമായിരുന്നു. കാരണം അമ്മയെ പോലത്തെ സംഘടനയും മറ്റ് സിനിമാ സംഘടനകളും മമ്മൂക്കെ പോലത്തെ ഒരാളെ
ക്രിട്ടിസൈസ് ചെയ്യാനോ കോർണർ ചെയ്യാനോ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് വരേണ്ടതായിരുന്നു. കാരണം നമുക്ക് ഇന്ന് വരെ വർഗീയമായിട്ട് ചിന്തിച്ചിട്ടേ ഇല്ലാത്തവരാണ്. ഞാൻ എൻ്റെ ജീവിതം ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, വേറെ ആരുടെ ജീവിതം ഞാൻ എടുക്കേണ്ടത്. എന്റെ ജീവിതം ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരാൻ ഒരിക്കൽ പോലും ചാൻസ് ചോദിക്കാതിരുന്നിട്ട് പോലും ചേർത്തിലെ കിടക്കുന്ന എന്നെ വിളിച്ചൊരു വേഷം തന്ന് 1 അല്ല 4 5 സിനിമകൾ തന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരു വലിയ നടനാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ സെക്യുലറിസം മാത്രമേ ഉള്ളൂ. മോശമാണ്, കഷ്ടമാണ്. അദ്ദേഹത്തെ അറിയാത്തവരാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്. ഇത് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഉയരുമ്പോൾ എന്തായാലും താക്കാനായിട്ട് കുറേ പേര് ശ്രമിക്കുമല്ലോ. ഇപ്പോൾ മമ്മൂക്ക പോലെ ഒരു വലിയൊരു നടനെ, മലയാള സിനിമ, ഇന്ത്യൻ സിനിമ തന്നെ ആദരിക്കുന്ന ഒരു നടനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഒരാളെ കോർണർ ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ജാതി മമ്മൂക്ക ഇനി വളർത്താൻ ആരെങ്കിലും ശ്രമിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. മമ്മൂക്ക വളർന്ന് പന്തലിച്ച് ഇനി അദ്ദേഹത്തെ കണ്ട് മറ്റുള്ളവർ വളരാൻ ആഗ്രഹിക്കേണ്ട രീതിയിൽ അദ്ദേഹം വളർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വെറൈറ്റി വേഷങ്ങൾ ഈ പ്രായത്തിലും ഇത്രയും വെറൈറ്റിയോടെ ഇത്രയും ഭംഗിയായിട്ട് ഓരോ മാനറിസംസ് എടുത്തു നോക്കും ഓരോ സിനിമയും. ഈ അടുത്ത് വന്ന സിനിമ, ഞാൻ ഈ അടുത്ത സിനിമ കണ്ടൊന്നും അദ്ദേഹത്തിന് കൂടി ഇല്ല, പക്ഷെ 5 6 പ്രാവശ്യം ഞാനൊരു സിനിമ കാണുമ്പോൾ നമുക്ക് ഗുണപാഠമാണ് എങ്ങനെ അഭിനയിക്കണം. അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളിലെ മാനറിസംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എടുക്കുന്ന എഫേർട്ട്, ആ ബ്രെയിൻ യൂസ് ചെയ്യുന്ന അത്രമാത്രമുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ ഈ കോർണർ ചെയ്യുന്നതല്ല ഇത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, നിങ്ങളൊരു 10 പേര് ഒരിടത്തിരിക്കുകയാണ്, നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പം empty vessels makes noise എന്ന് പറയും. എന്താണെന്നറിയാമോ, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ കിടന്ന് കുറെ ബഹളം വെക്കും. അപ്പൊ എല്ലാവരും കൂടെ അവനെ ഇങ്ങനെ നോക്കും. ഇത് ശ്രദ്ധ കിട്ടാൻ വേണ്ടി ആരോ ചെയ്തതായിരിക്കാനേ സാധ്യതയുള്ളൂ. അല്ലാതെ ഇതൊന്നും സത്യസന്ധമായി ഒന്നും മമ്മൂക്കയോടൊന്നും പ്രതികരിക്കാൻ സത്യം ചിന്തിക്കുന്നവർക്ക് പറ്റില്ല. ഇത് വെറും empty vessels makes noise, that's all. അത്രേ ഉള്ളൂ. ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു സിനിമാ പ്രവർത്തകരാണ്. അപ്പം അന്നൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇപ്പം ഒരു പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പം ഇത് സാറിന് മാത്രമല്ല, ഈ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കൂടി വരുന്നുണ്ട്. ഇപ്പൊ പുതിയ നടന്മാർക്ക് പോലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ സിനിമാ മേഖല ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണോ ഇങ്ങനെ ടാർഗറ്റ് ആവുന്നത്? അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒന്നാമത് ഞാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുമല്ല. എനിക്ക് പ്രത്യേക രാഷ്ട്രീയവും ഇല്ല. ഒരു കലാകാരന് രാഷ്ട്രീയം ഉണ്ടാകരുതെന്ന് വിശ്വസിക്കുന്ന ആളും കൂടിയാണ് ഞാൻ. കാര്യം കലാകാരനൊരു പൊതു സ്വത്താണ്. അപ്പൊ എല്ലാ ആൾക്കാരും ഒരുപോലെ കാണുന്നതാണ്. എനിക്ക് രാഷ്ട്രീയമില്ല. പിന്നെ ഇപ്പോഴത്തെ ഈ പറഞ്ഞ വിഷയങ്ങൾ, ഇപ്പം മമ്മൂട്ടിയുടെ പുറത്തല്ലോ പലതുപോലെ ആക്രമണങ്ങൾ വരുന്നില്ലേ, അത് സോഷ്യൽ മീഡിയയുടെ നേരത്തെ ജയം പറഞ്ഞ പോലെ ഒരു പണിയില്ലാതിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പണി വേണ്ടേ. അപ്പം ഈ ചന്ദ്രൻ ഒന്നിച്ച് നിൽക്കുമ്പോൾ കുറെ നായ്ക്കൾ വരയ്ക്കും. അത് ഭരിക്കട്ടെ, എന്നിട്ട് ചന്ദ്രനോട് ഉദിക്കാതെ പോവാണോ? അല്ലല്ലോ, അത് ഉദിച്ചു നിന്നോളും. ഞാൻ കുറച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവന്റെ ഭാഗം കഴിക്കുമ്പോൾ കുറെ നിർത്തും. അത്രേ ഉള്ളൂ. അത് ആ വില കൊടുത്താൽ മതിയായിരുന്നു, നായുടെ വില കൊടുത്താൽ മതിയായിരുന്നു. ഇത് മായമ്മ എന്ന് പറയുന്ന ഒരു വിമൺ ഓറിയന്റഡ് മൂവിയാണെന്ന് സാർ പറഞ്ഞല്ലോ. അപ്പോ നമ്മുടെ ക്യാനിൽ ഇപ്പൊ അവാർഡൊക്കെ മേടിച്ച മൂവിയുടെ അവിടെ ആ ഒരു ചർച്ചയുടെ അല്ലെങ്കിൽ സംസാരത്തിന്റെ സമയത്തൊക്കെ പറഞ്ഞു കേട്ടു, അത് പ്രൊഡ്യൂസറിനെയൊക്കെ അവർ സമീപിച്ച സമയത്ത് മൂവി വിമൺ ഓറിയന്റഡ് ആയതുകൊണ്ട് പലരും പുറകിലേക്ക് മാറിയ ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്നുള്ളത്. അതുപോലെ നമ്മുടെ മായമ്മയ്ക്ക് എന്തെങ്കിലും തിക്ത അനുഭവങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോയപ്പോ ഉണ്ടായോ? വുമൺ ഓറിയന്റഡ് ആയതുകൊണ്ട്? ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാല് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മോണോ ആർട്സ് ഡിജിറ്റൽ എന്നുള്ളൊരു കമ്പനിയാണ്. ആ കമ്പനിയിൽ ഒരു 8 പേര് അതിന്റെ ഭാരവാഹികളുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്ന് ആണ് ഇതിന്റെ ഫിനാൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്നെയാണ് അവർക്ക് വിശ്വാസം, എന്റെ വാക്കുകളാണ് അവർക്ക് വിശ്വാസം. അതിൽ കവിഞ്ഞ അവർക്കൊന്നുമില്ല. അപ്പം അതിന്റെ 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് പിന്നെ ഇതിന് ഇറങ്ങിയത്. അതുകൊണ്ട് ഞാനൊരു സബ്ജക്റ്റ് അവരുടെ അടുത്ത് പറഞ്ഞു, അവർ പറഞ്ഞു രമേശിന് വിശ്വാസം ഉണ്ടെങ്കിൽ മുമ്പോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഭയമില്ല. ആദ്യമേ റിലീസ് ചെയ്യുമ്പോൾ ചിത്രമാണ്, ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും. എന്നാൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടി കൂടിയാണ്, കുടുംബ പ്രേക്ഷകർക്ക്. അപ്പോൾ സിനിമ തന്നെയാണ് ആഗ്രഹം എന്ന് കുറച്ചുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് അടുത്ത വരാൻ താമസിച്ചത്? അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടാണോ അത് അവസരങ്ങൾ നിരസിക്കപ്പെട്ടതുകൊണ്ടാണോ? നല്ല ചോദ്യം. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് ചോദിച്ചപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും കുറെ റിജക്ഷൻസ് വന്നിട്ടുണ്ട്. അത് റീസൺ സീരിയൽ നടി ആയതുകൊണ്ട്. എപ്പോഴായാലും ഒരു സീരിയൽ നടി എല്ലാ അഭിനയം, സീരിയൽ ആയാലും ശരി സിനിമ ആയാലും ശരി അഭിനയം തന്നെയാണല്ലോ. എല്ലാ അഭിനയം തന്നെയാണ്. അത് സിനിമാക്കാരോട് പറയുന്നത്
നല്ലല്ലോ. എനിക്കൊരു നല്ലൊരു ഡയറക്ടറിന്റെ കയ്യിൽ കിട്ടിയാൽ തീരാത്ത പ്രശ്നമേ ഉള്ളൂ ഇത്. അത് സത്യം പറഞ്ഞാൽ എനിക്കും ഇതുവരെ കൃത്യമായിട്ടൊരു മറുപടി പറയാൻ അറിയില്ല. കുറെ ഓഡിഷൻസും കുറെ കാസ്റ്റിംഗിലും ഞാൻ റിജക്റ്റ് ആയപ്പെട്ടത് സീരിയൽ നടി എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. അല്ലാതെ എന്റെ പെർഫോമൻസ് കണ്ടിട്ടില്ല. സീരിയൽ നടിയാണോ വേണ്ട റിജക്ട്. അങ്ങനെ ഓൺ സ്പോട്ടിൽ റിജക്ഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നിന്ന ഒരു ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എനിക്ക് തോന്നുന്നു 1% എനിക്ക് എന്നെ തന്നെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. ഒരിക്കലും ഇല്ല. അതിലൂടെയാണ് ഞാൻ ഫേമസ് ആയത്. ഞാനല്ലോ കാണുന്നത്, എന്നെ അങ്ങനെ കാണാനായിട്ട് ആക്കിയതില്ലേ. കാരണം ഇൻഡസ്ട്രിക്കാണ് വേണ്ടത്. സീരിയൽ ചെയ്യുന്ന ആൾക്ക് സിനിമ ചെയ്യാൻ പാടില്ല എന്ന് ആരോ എഴുതി വെച്ച് പറഞ്ഞ് പഠിപ്പിച്ച് എല്ലാവരും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കുറെ റിജക്ഷൻസ് വന്നു. ഞാൻ ശരി ഓക്കെ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞാണ് ഞാൻ സീരിയലിൽ നിന്ന് ബ്രേക്ക് എടുത്തപ്പോൾ ഇത് ചെയ്തത്. 2 മൂവീസ് ചെയ്തു. ഞാൻ ഒരിക്കലും വേർതിരിച്ച് കണ്ടിട്ടില്ല. എനിക്ക് 2 അഭിനയമാണ്. ഞാൻ എന്നെ ആൾക്കാർ അറിയുന്നതും ഇപ്പോഴും അറിയുന്നത് സീരിയലിലൂടെയാണ്. ചേച്ചി പറഞ്ഞത് ഫേസ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും റിജക്ഷൻ? റിജക്ഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു സീരിയൽ നടി ആയതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് എന്നെ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. കാരണം മെഗാ സീരിയൽ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ സിനിമയിൽ ഒരു 7-8 സിനിമകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറ്റിയ കഥാപാത്രങ്ങൾ വരുമ്പോൾ എന്നെ സിനിമകൾ തേടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒരു അവസ്ഥ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. പിന്നെ പല അവസരങ്ങളും എന്റെ പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നിട്ടേ ഉള്ളൂ. ഇപ്പോഴും ഒരു ഗ്യാപ്പിന് ശേഷം ഒരു നല്ലൊരു കഥാപാത്രം എനിക്ക് കിട്ടി. അതിപ്പോ സീരിയൽ നടി ആയതുകൊണ്ട് എന്നെ മാറ്റി നിർത്തിയില്ല. അപ്പം പല ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാടിന്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ചിലര് പറയും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല എന്ന് ചിലര് പറയും. ചിലര് വേറെ രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ആൾക്കാർക്ക് കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആളാണെങ്കിൽ ആൾക്കാർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവുന്നു. 2 രീതിയിലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് നമ്മുടെ ഭാഗ്യം പോലെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയില്ല. ഞാൻ ആദ്യമേ ഹീറോയിനായിട്ട് ഒരു സിനിമ ചെയ്തിരുന്നു മെഗാ സീരിയൽ തുടങ്ങുന്നതിന് മുമ്പേ. പക്ഷെ നിർഭാഗ്യവശാൽ അത് റിലീസായില്ല. പിന്നെ ഈ 1000 എപ്പിസോഡൊക്കെ നീണ്ടുപോകുന്ന സീരിയൽ വരുന്നതിന് മുമ്പേ ചെയ്ത് സിനിമ നടി എന്നുള്ളൊരു രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. മാറ്റി ചിന്തിക്കേണ്ടതായി വരുന്ന ഒരു മൂവിയാണോ? അങ്ങനെ നമ്മൾ ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളോ ഒരു വിഭാഗം ജാതി മോശമാണ് അല്ലെങ്കിൽ മറുവിഭാഗം ജാതി വളരെ കേമമാണ് അങ്ങനെയുള്ള ഒരു രീതിയിലൂടെ നമ്മൾ ഈ സിനിമ കൊണ്ടുപോകുന്നില്ല. മീൻസ് ഒരു ജാതിയെയും നമ്മൾ മോശമാക്കുന്നില്ല, ഒരു ജാതിയും ഉയർത്തി കാണിക്കുന്നില്ല. പക്ഷെ ഇതിലെ കഥാപാത്രങ്ങള് ഒരു പുള്ളുക പെൺകുട്ടിയും ഒരു നമ്പൂതിരി യുവാവുമാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അതുകൊണ്ട് അവരെ മോശക്കാരാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു ചിത്രീകരണവും ഇതിലുണ്ടായിട്ടില്ല. അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളത് ഒരു 2 വ്യക്തി എന്നുള്ള ലെവലിൽ മാത്രം ആ കഥയെ കൊണ്ടുപോയിക്കൂടായിരുന്നു? എന്തിനാണ് ആ ഒരു 2 ഒരു വിഭാഗത്തിന്റെ പേര് എടുത്ത് കാണിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് ഒരു കഥയുടെ അല്ലെങ്കിൽ ഒരു കഥാകൃത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അത് നമ്മുടെ മനസ്സിൽ ഒരു കഥ അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ചിത്രീകരിച്ചു, അത്രയേ ഉള്ളൂ. കാണാൻ പറ്റുന്ന പ്രേക്ഷകരോട് ഞാൻ നേരത്തെ 1-2 അടുത്ത് സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി അത് പറഞ്ഞുകൊള്ളട്ടെ, ചിത്രം കണ്ട് മാത്രമേ വിലയിരുത്താവൂ. ചിത്രം കാണുന്നതിന് മുൻപോ അല്ലെങ്കിൽ അതിന്റെ ട്രെയിലർ കണ്ടിട്ടോ പോസ്റ്റർ കണ്ടിട്ടോ റിവ്യൂ മുതലായ മോശമായിട്ടുള്ള റിവ്യൂ, പോസിറ്റീവായിട്ടാണെങ്കിൽ എത്തുകൊണ്ട് ഇട്ടോളൂ, കുഴപ്പമില്ല. മോശമായിട്ടുള്ള റിവ്യൂ ഇട്ട് ചിത്രത്തിനെ തകർക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവരുത് ആരുടെ ഭാഗത്തുനിന്നും. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വ്യാജമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തി നമ്മുടെ മാനസികാവസ്ഥയെ ദോഷം ചെയ്യരുത്
എല്ലാവരും ചിത്രം കാണുക. കണ്ടതിന് ശേഷം എന്തുകൊണ്ടെങ്കിലും നിങ്ങൾക്ക് റിവ്യൂ ഇടാം. നല്ലതായാലും ചീത്തയായാലും. മോശമായിട്ടുള്ള റിവ്യൂ ആണെങ്കിൽ ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യും. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവും. നല്ലതാണെങ്കിൽ പ്രചോദനമാകും, സന്തോഷം ഉണ്ടാവും. അങ്ങനെ ചെയ്യുക. അല്ലാതെ അതിന്റെ സത്യാവസ്ഥകൾ അറിയാതെ ഒന്നിനും പ്രതികരിക്കാതിരിക്കുക. എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിൽ തന്നെ പോയി കാണണം. എല്ലാവരും തിയേറ്ററിൽ പോകണം. ഇപ്പോ രമേശ് പറഞ്ഞതുപോലെ ഈ റിവ്യൂ ചെയ്യുന്നത് യഥാർത്ഥം പറഞ്ഞാൽ ഒരു സിനിമയെ യഥാർത്ഥം പറഞ്ഞാൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ള റിവ്യൂ തന്നെ നിർത്തണമെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം തിയേറ്ററിൽ പോകുന്ന ഒരാൾ, ഞാൻ സിനിമ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ഇവിടെ ഇരിക്കുന്ന മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നമുക്ക് ഓരോരുത്തർ അവരുടെ പെർസ്പെക്റ്റീവിലാണ് ഒരു സിനിമ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഒരു റിവ്യൂ ഇടുമ്പോൾ ആ റിവ്യൂ ഇടുന്ന പെർസ്പെക്റ്റീവ്, അയാളുടെ പെർസ്പെക്റ്റീവിലാണ് അയാളുടെ സിനിമയെ കുറിച്ച് റിവ്യൂ ഇടുന്നത്. അപ്പൊ അയാളുടെ പെർസ്പെക്റ്റീവ് മറ്റുള്ളവരെല്ലാം തലയിൽ അടിച്ചേൽപ്പിക്കണമെന്ന് പറയുന്നത് ഒരു തെറ്റായ നിലപാടാണ്. നിങ്ങൾക്ക് റിവ്യൂ ഇടണമെങ്കിൽ ഇട്ടോളൂ. ആ സിനിമ തിയേറ്ററിൽ നിന്ന് മാറിയതിനു ശേഷം മറ്റു OTT പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ചാനലിലോ വരുന്നതിനും ഇട്ടോളൂ. അപ്പൊ പക്ഷെ അവർക്ക് അത്രത്തോളം റീച്ച് കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. അപ്പൊ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രോഡക്റ്റിനെ, പ്രത്യേകിച്ച് സിനിമ എന്ന് പറയുമ്പോൾ ഒരു കല മാത്രമല്ല, അതൊരു കച്ചവടം കൂടെയാണ്. കച്ചവടം ചേർന്ന കലയാണ് സിനിമ. ആ സിനിമയെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസിനെ, ഒരു സിനിമയ്ക്ക് പൈസ മുടക്കി ഒരു എത്രയോ കോടി രൂപ മുടക്കി ഒരു ആൾക്കാർ, കുറച്ച് ആൾക്കാർ ചേർന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തി, ആ വ്യക്തി ഒരു സിനിമയെ അയാൾ വളരെ സ്നേഹിച്ചാണ്. ഒരു പ്രൊഡ്യൂസർ, സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ കലയോടുള്ള ഇഷ്ടം കൊണ്ടാണ് വരുന്നത്. ഒരു മറ്റേത് ബിസിനസ്സിലായാലും, നിങ്ങൾ എന്ത് ബിസിനസ് തുടങ്ങിയാലും ആ ബിസിനസ്സിന് പൊട്ടിപ്പോയാലോ പൂട്ടിപ്പോയാലോ കുറച്ച് ഫർണിച്ചർ എങ്കിലും അവിടെ ബാക്കിയാണ്. ഈ സിനിമയിലാണ് ഒരു സാധനം പോലും ബാക്കി ഉണ്ടാവാത്തത്. ചിലപ്പോൾ അല്പം വല്ല കോസ്റ്റ്യൂം വല്ല ബാക്കി ഉണ്ടായിരിക്കും, വല്ലവരും ഇട്ട തുണിയുടെ ബാക്കി. അല്ലാതെ ഒരു സാധനം പോലും, പണ്ട് ഫിലിം പെട്ടിയെങ്കിലും ഉണ്ടാകും, ഇപ്പൊ ഫിലിം പെട്ടി പോലും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ സിനിമയെ ഇഷ്ടപ്പെട്ട് ആ സിനിമയെ സ്നേഹിച്ച് കലയെ സ്നേഹിച്ച് വരുന്ന ഒരാളാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ മാത്രമല്ല, ഈ സിനിമ എന്ന് പറയുമ്പോൾ ഒരു സിനിമ കൊണ്ട് എത്രയോ ആൾക്കാരാണ് ജീവിക്കുന്നത്. നടീനടന്മാരായാലും മറ്റു ടെക്നീഷ്യൻസ് ആയാലും എത്രയോ തിയേറ്ററിനകത്ത് കാറ് പാർക്ക് ചെയ്യുമ്പോൾ അതിന് ഫീസ് വാങ്ങിക്കുന്ന ആള് പോലും സിനിമ കൊണ്ട് ജീവിക്കുന്നതാണ്. അപ്പൊ എത്രയോ പേരുടെ ഒരു ജീവിത മാർഗമാണിത്. അപ്പൊ അതിനെ അനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ കുറച്ച് ആൾക്കാർ അറിയാൻ വേണ്ടി, നമ്മൾ ഒരു ആളാകാൻ വേണ്ടി ഒരു സിനിമയെ വെറുതെ ഈ നിരൂപണം ചെയ്ത് നശിപ്പിക്കരുത്. അത് ഇപ്പൊ നിയമപരമായിട്ട് പോലും കോടതി വരെ ഇടപെട്ടിട്ടുണ്ട്. അതിൽ ഈയിടയ്ക്ക് ബോംബെയിലെ മറ്റാണ് ഒരു സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ആ സിനിമയുടെ റിവ്യൂ വന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ സിനിമ അന്ന് റിലീസ് ചെയ്തില്ല. ആ റിലീസ് മാറിപ്പോയി, റിവ്യൂ കയറിപ്പോയി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റർ കണ്ടിട്ടോ ട്രെയിലർ കണ്ടിട്ടോ വെച്ച് റിവ്യൂ തട്ടിവിടും. പക്ഷെ സിനിമ നിർഭാഗ്യവശാൽ അന്ന് റിലീസ് ചെയ്തില്ല, പിറ്റേ ദിവസമാണ് റിലീസ് ചെയ്തത്. അപ്പൊ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സിനിമയ്ക്ക് റിവ്യൂ കിട്ടും. അതുപോലെ തന്നെയാണ് ഇവിടെ പലരും റിവ്യൂ ഇടുന്നത്. തിയേറ്ററിൽ പടം ഓടിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പ് റിവ്യൂ ഓൺലൈനിൽ കയറി കഴിയും. ആദ്യം ഇടും എന്നുള്ളതാണ്. ഒരു റിവ്യൂ മത്സരമാണ് നടക്കുന്നത്. അപ്പൊ അത് ആദ്യം ഇടും, ആർക്കാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത്, അതിനുവേണ്ടി ശ്രമിച്ച് പാവപ്പെട്ട ഒരു പ്രൊഡ്യൂസർ അയാളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും അയാൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസയും ഭാര്യയുടെ വിട്ടുതാലി വരെ വിറ്റിട്ടായിരിക്കും ചിലപ്പോൾ സിനിമ ചെയ്യുന്നത്. അങ്ങനെ ഒരാളിനെ ഒരു കുട്ടിച്ചോറാക്കരുത്, അവരുടെ കുടുംബത്തെ നശിപ്പിക്കരുത്. അതിനുവേണ്ടി ഇത്തരം റിവ്യൂകൾ ഇട്ട് സിനിമയെ നശിപ്പിക്കരുത്. ജനം കണ്ട് തീരുമാനിക്കട്ടെ. ജനം ഇഷ്ടപ്പെടണ്ട, അവർ തീരുമാനിക്കട്ടെ. എന്തിനാണ് ജനത്തിന്റെ അവരുടെ മസ്തിഷ്കത്തിൽ കയറി നിങ്ങൾ പെരുമാറുന്നത്? അവരവർ കാണട്ടെ, അവരുടെ ഇഷ്ടം പോലെ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ കാണുന്നത്. അപ്പൊ അവരെല്ലാം കണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇഷ്ടപ്പെടണ്ട. പക്ഷെ എന്തിനാ അവരുടെ തലയിൽ കയറി നിങ്ങൾ പ്രവർത്തിക്കുന്നത്? ദയവേദി റിവ്യൂ എന്നുള്ള സംഭവമായി നിർത്തണമെന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും ഈ സിനിമ എല്ലാ പ്രേക്ഷകരും ഒന്ന് കാണണം. ഈ സിനിമയെ ഒരു വിജയമാക്കണമെന്ന് നിങ്ങൾക്കൊരു നൊസ്റ്റാൾജിക് മെമ്മറികൾ തരുന്ന സിനിമ തന്നെയായിരിക്കും. സന്തോഷം.